രജിസ്ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി കാട്ടിലാട്ടോ നിൽക്കണത്. തൊടുപുഴയ്ക്ക് അടുത്തുള്ള നമ്മുടെ വേളൂര് ഏകദേശം ഒരു 10 കിലോമീറ്റർ 12 കിലോമീറ്റർ അടുത്തുള്ള ഒരു അടിപൊളി കാടാണ്. കൂടെ ഇന്നുള്ളത് എബിനാണ്. എബിൻ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. 25,000-ലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൻ്റെ ആളാണ് എബിൻ. ഗ്രീൻ ഫാക്ടറി എന്ന് പറഞ്ഞ ഫാമിങ് അല്ലെങ്കിൽ അഗ്രികൾച്ചറുമായിട്ട് ബന്ധം, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഫാമിങ്, മീൻ വളർത്തൽ, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് എബിൻ വീഡിയോ ചെയ്യുന്നത്. നല്ല വീഡിയോസാണ്. അപ്പോൾ ഫാമുകളുടെ വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ എബിനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എബിൻ്റെ ചെയ്യുന്നത്. അപ്പോൾ എബിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ എബിൻ്റെ വീഡിയോ ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ എബിൻ പറഞ്ഞിട്ടാണ് നമ്മൾ തൊടുപുഴയ്ക്ക് അടുത്തുള്ള കൈതപ്പാറ എന്ന് പറയുന്നത്. വേളൂര് ചപ്പാത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ കൈതപ്പാറയ്ക്ക് പോകും. കൈതപ്പാറ വരെ ഇന്ന് നമുക്ക് എത്തുക അത്ര പോസിബിൾ അല്ല, കാരണം വരുമ്പോൾ ഇരുട്ടൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഒരു ഇച്ചിരി ഞാൻ താമസിച്ചു പോയി. പെട്ടെന്ന് എബിനെ വിളിച്ചു. അപ്പോൾ എബിൻ വരാൻ പറഞ്ഞു. എബിൻ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. പെട്ടെന്നുള്ളൊരു തീരുമാനമാണ്. ഫുള്ള് കാടിൻ്റെ ഒരു ഫീലാണ്. കാടിൻ്റെ ഫീലല്ല, ഫുള്ള് ഇവിടെ കാടാണ്. ആനയുണ്ട്. കൈതപ്പാറ തൊട്ട് സീനാണ്. ഒരു 2 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു, ആ പ്രളയത്തിന്റെ സമയത്താണ് കൈതപ്പാറ ഒരു കിണറ്റിൽ വന്ന് ഒരു ആന ചാടിയത്. അതുപോലെ തന്നെ ഇടുക്കിക്ക് ഏറ്റവും ഷോർട്ട് കട്ടായിട്ട് പോകാൻ പറ്റുന്ന ഒരു ചപ്പാത്താണ്. വർഷങ്ങളുടെ പഴക്കമുണ്ട്. നമ്മുടെ അല്ലേ, ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുമ്പുള്ള അങ്ങനെ എന്തോക്കെ ഒരു ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ വലിയൊരു കാടിൻ്റെ നടുക്കാണ്. തൊടുപുഴയിൽ അല്ലെങ്കിൽ ആ സമീപ പ്രദേശത്ത് പിടിക്കുന്ന പാമ്പുകളെയൊക്കെ തുറന്നു വിടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കൈതപ്പാറ എന്ന് പറയുന്ന സ്ഥലം അല്ലേ. ഇഷ്ടംപോലെ പാമ്പുകളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ കുറഞ്ഞ സമയം കൊണ്ട്, വളരെ കുറഞ്ഞ സമയമുള്ളൂ, ഇപ്പോൾ ഒരു 6 മണി അടുത്തായി. അപ്പോൾ നമുക്ക് കൈതപ്പാറയിലെ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പാലത്തിൻ്റെ 2 സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാലും ഫുള്ള് ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. പല രീതിക്കുള്ള പക്ഷികളൊക്കെ ഉണ്ട്. ബേർഡ് വാച്ചിങ്ങിന് അല്ലെങ്കിൽ ബേർഡ് ഫോട്ടോഗ്രാഫേഴ്സിനെ പറ്റി ഏറ്റവും നമ്മുടെ പന്നൂരുള്ള ഒരു ചേട്ടൻ ഇവിടെ വന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പറ്റി ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ് ഈ ഒരു കൈതപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ 2 സൈഡിലും കാടാണ്. അപ്പോൾ ഞങ്ങൾ ഈ സൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. വെള്ളം വളരെ കുറവാണ്. നല്ല മഴക്കാലത്ത് അല്ലെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇതിനോടൊപ്പം അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെയാണ് വെള്ളം ഒഴുകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ ഈ ഒരു കാഴ്ചകളിലേക്ക് പോകാം. ഇത് ഫുള്ളൊരു എന്താ പറയുക, പക്ക ഒരു കാടിൻ്റെ ഒരു ഫീലാട്ടോ. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ ഒരു കുഴപ്പമില്ല. പിന്നെ വരുന്നവർ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സീനാവും. ഫോറസ്റ്റുകാരുടെ ഒരു ശ്രദ്ധയൊക്കെ ഉണ്ട്. പിന്നെ കള്ളുകൂടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. അതുണ്ട്. അതൊക്കെ ഇപ്പൊ അങ്ങനെയാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഞങ്ങൾ ഒരു ദിവസം ഇവിടെ വെച്ച് പിടിച്ചായിരുന്നു മീൻസ് ഞങ്ങൾക്ക് കുറച്ച് വാർണിങ്സ് ഒക്കെ തന്നായിരുന്നു ഒരു സാർ. അപ്പോൾ സാറ് പറഞ്ഞിരുന്നേ, ഇവിടെ പ്ലാസ്റ്റിക്കുകളൊന്നും കൊണ്ടുവന്നിടരുത്, ഫുഡൊന്നും കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇടരുത്. ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഫോട്ടോ എടുക്കുക, പോവുക, കാര്യം നടത്തിയിട്ട് പോവുക. പിന്നെ ഒത്തിരി ഉള്ളിലേക്ക് അങ്ങനെ അതിലേക്ക് കയറി പോയാലും പ്രശ്നമാണ്, റിസ്ക്കാണ്. അപ്പോൾ ഇവൻ പറയുന്ന ഇതാണ്, കുറച്ച് റിസ്ക്കാണ്. പല രീതിക്കുള്ള വൈൽഡ് ലൈഫ് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും പോകുന്നുണ്ടോ കരിമീൻ കൊക്കാണ്. ദേശാടന പക്ഷികൾ കാര്യങ്ങളൊക്കെ എത്താറുണ്ട്. വാച്ചിങ്ങിന് വന്നൊരു ചേട്ടനെ ഒരു ദിവസം പരിചയപ്പെട്ടായിരുന്നു വന്നപ്പോഴേ. ആ ചേട്ടനാ പറഞ്ഞ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ. പിന്നെ മലബാർ ഹോൺബില്ലില്ലേ, ആ സംഭവം ഇവിടെ കുറേ ഉണ്ട്. പിന്നെ എന്താ, ഇവിടെ ചൂടില്ല, ശുദ്ധവായു. നമുക്ക് എപ്പോഴും എന്താ പറയുക, ഒരു റിലാക്സിങ് പറ്റിയൊരു സ്ഥലമാണ്. നമ്മളിങ്ങനെയുള്ള ഇവൻ്റെ വീട് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ? 2.5-3 കിലോമീറ്റർ ഉള്ളൂ. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാട്ടോ, അതെ അവിടെ ഫുള്ള് പഴയ മരങ്ങളൊക്കെ ചാടിയിട്ട് അതേപോലെ തന്നെ വെള്ളം വളരെ കുറവാണ്. തീരെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ. മഴക്കാലത്ത് കുറെ മീനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പരുന്ത് ഹായ്. ഇതൊക്കെ നമ്മൾ കാണാത്ത രീതിക്കുള്ള മരങ്ങളൊക്കെ കേട്ടോ. ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഒരുപാട് പഴയ മരങ്ങളുണ്ട്, റെയറായിട്ടുള്ള മരങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടോ. അപ്പോൾ ആ മരമൊക്കെ വീണ്ട് ഒരു സാധനം പോലും കട്ട് ചെയ്യാണ്ട് അതേ രീതിക്ക് തന്നെ കേട്ടോ മരമൊക്കെ കിടക്കണം കേട്ടോ. ഇടിലും ഫ്രെയിമാണ്, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അത് അങ്ങോട്ട് നോക്കി നിങ്ങൾ ആ സൂര്യനൊക്കെ അസ്തമിച്ച് വരുന്നതിൻ്റെ ലൈറ്റ് കണ്ടത് അവിടെ ആയിട്ട് കണ്ടോ. അതിൻ്റെ ലൈറ്റൊക്കെ നല്ല കറക്റ്റായിട്ട് നല്ലൊരു കാടിൻ്റെ ഒരു ഫീലാട്ടോ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കണ്ടോ. ഇതുണ്ടോ, ഈ ഒരു ചെടിയുണ്ടോ, ഇതൊന്നും നമ്മൾ കാണാത്ത രീതിക്കുള്ള ചെടികളാട്ടോ, മരങ്ങളാണ്.
സത്യത്തിൽ എന്താ പറയുക, നമ്മൾ പല എക്കോ ടൂറിസം സെൻ്ററുകളിലും ഒക്കെ കയറി പോകുന്നേക്കാളും നല്ലതാണ് ഇങ്ങനെ ഉള്ള തീർച്ചയായിട്ടും. നമ്മൾ ആ ഒരു കാടിൻ്റെ ഫീലാണ്. ഒരു കുറച്ചും കൂടെ വെള്ളം ഉണ്ടെങ്കിലാണ് നമുക്ക് അതിൻ്റെ ഒരു ഫീല് കുറച്ചും കൂടെ കൂടുതൽ കിട്ടുള്ളൂ. ഇതുണ്ടോ ഇങ്ങനെ കുറേ ചെറിയ ജീവികൾ, കുറേ പൂമ്പാറ്റകൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങിയത് ഒരു സൈഡിലേക്കാണ് നമ്മൾ ഇറങ്ങിയത്. ഇതിനേക്കാളും മനോഹരമാണ് നമ്മൾ നിന്ന പാലത്തിൽ നിന്ന് മറു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ. അവിടെയാണ് കൂടുതലായിട്ട് ആളുകൾ വരുന്നത്. വെള്ളമൊക്കെ നല്ല ക്ലിയർ വെള്ളമാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് കുടിക്കാൻ പറ്റുന്ന രീതിക്ക് അല്ലേ. ഒരുപാട് പക്ഷികളുടെ സൗണ്ട് കേൾക്കണം കേട്ടോ. ഇപ്പം ഞങ്ങൾ വന്ന് നിന്നപ്പോൾ തന്നെ അത് കിട്ടിയോന്ന് അറിയില്ല, ഒരു വലിയ പരുന്ത് അല്ലേ പിന്നെ അത് ബ്രാഹ്മണി, ഒരു വലിയ പരുന്ത് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ക്യാമറ ഉണ്ടെങ്കിൽ ഈ പാലത്തിൻ്റെ ഇപ്പറയാണ് നമ്മൾ ഇറങ്ങിയത്. അതിൻ്റെ മറു സൈഡിൽ അതിനേക്കാളും നല്ല രസമാണ്. ശരിക്കൊരു കാടിൻ്റെ ഫീല് നമുക്ക് കാണാൻ പറ്റും. ഈ അതുപോലെ തന്നെ ഇത് കണ്ടോ, ഈ പാലത്തിലെ ചപ്പാത്ത്, ഈ ചപ്പാത്ത് കണ്ടോ പണിതേക്കണം. ഈ ചപ്പാത്തിൽ ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ നമ്മൾ വെള്ളം അടിയിൽക്കൂടെ ഒഴുക്കിക്കൊണ്ട് വരാൻ കണ്ടോ, ആ പാലം നിർത്തിക്കൊണ്ട് തന്നെ കേട്ടോ അടിയിൽക്കൂടെ ചെറിയ സ്പേസ് ഇട്ട് കൊടുത്തിട്ടാണ് അവിടെ വെള്ളം വരുന്നത്. ഇതുണ്ടോ. അപ്പോൾ ഈ സൈഡിൽ കൂടെ കയറി നമുക്ക് അപ്പുറം മറു സൈഡിലേക്ക് പോവാം. അപ്പോൾ നമുക്കിതുണ്ട്, അത് ഇതിൽ കൂടെ കയറി നമുക്ക് ഈ പാലത്തിൻ്റെ മറു സൈഡിലേക്ക്. അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പാലത്തിൻ്റെ ഇപ്പുറത്തേക്ക് വന്നു. ഉടുക്കത്തെ ഫീലാട്ടോ അങ്ങോട്ട് നോക്കിയേ. ഒരു കുറച്ചും കൂടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഇവനും കൂടെ ഇവിടെ കുളിച്ച് ഞങ്ങൾ തോർത്തും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം കുളിക്കാൻ പറ്റിയ വെള്ളമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വേണ്ട കിടിലൻ വ്യൂ ആട്ടോ. കിടിലൻ കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കാടാണ്. ഇവിടെ ചെറിയൊരു തടയണ പോലെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ കുളിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. കുറച്ച് വെള്ളമെങ്കിലും ഇവിടെ ഇങ്ങനെ കെട്ടി നിൽക്കാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു തടയണ പോലെ ആളുകൾ തന്നെ ചെയ്തേക്കണമായിരിക്കും. ഇത് കണ്ടോ, വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്ലിയർ വെള്ളമാണ്, നല്ല ക്ലിയർ വെള്ളം. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ ഇങ്ങനെ നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോവാം. രണ്ട് സൈഡിലും സൗണ്ട് അനക്കങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവയും പറയണ എന്തായാലും ബാക്കിലേക്ക് അധികം പോകണ്ട, സമയം ഇത്ര ആയതുകൊണ്ട് ഒരു 6 മണി കഴിഞ്ഞു, റിസ്ക് എടുക്കേണ്ടതാണ് എബിയും പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ചപ്പാത്തി എന്നിട്ട് നമുക്ക് ആ ഡ്രോണിൻ്റെ വ്യൂ നോക്കാം. അപ്പോൾ കുറച്ചും കൂടി എൻ്റെ ഫുള്ളി കാടിൻ്റെ ഒരു ഫീലിൽ നമുക്ക് നല്ല വ്യൂ എന്തായാലും കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രോൺ വ്യൂ കൂടെ നോക്കാം.
അപ്പോൾ ഇതൊക്കെയാണ് കൈതപ്പാറ വേളൂർ ചപ്പാത്തിലെ കാഴ്ചകൾ. കുറേ വിഷ്വൽസും കുറേ ഇതൊക്കെ എടുക്കണം എന്ന് ഓർത്താണ് വന്നത്. പക്ഷേ വന്ന് കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. കുറേ ഒക്കെ പ്രതീക്ഷയാണ് നമ്മൾ ഷോട്ടുകൾ എടുക്കണം. അതുപോലെ തന്നെ ഒന്ന് കുളിക്കണം, കുറച്ച് നേരം ഇവിടെ ഇരിക്കണം എന്നൊക്കെ ഓർത്താണ് വന്നത്. പക്ഷെ വന്നതിൻ്റെ സമയത്തിൻ്റെ ഒരു ഇത് കിട്ടിയില്ല. ഇവന് നല്ല പേടിയാണ്. ചുറ്റും ഇവിടെ കാടാണ്, ഫുള്ള് കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഈ കാട് മുഴുവൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇവിടെ കാടാണ്. ഒരുപാട് എനക്ക് കേൾക്കണ്ട. ഞാൻ മൈൻഡ് ചെയ്യാനുള്ള, പക്ഷെ ഇബിൻ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണ്ട. അതിനാന്നറിയോ, ഞാൻ ഒരു കുറച്ച് പ്രായമുള്ള ഒരാളുടെ കൂടെ ഇവിടെ തന്നെ ഒരു ദിവസം കുളിക്കാൻ വന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതാ, ഈ ഏരിയയിൽ തന്നെയാണെങ്കിലും നല്ല വേനക്കൊക്കെ ആനകൾ ഉൾക്കാട്ടിൽ നിന്ന് ഇറങ്ങി വരാറുണ്ടെന്ന്. പിന്നെ സമയമാണ് ഏറ്റവും വലിയ കുഴപ്പം. 6 അതാണ് എബിനറിയാം. എബിൻ ഈ സ്ഥലത്തെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് എബിൻ വീണ്ടും തള്ളായിരിക്കുന്നേ. പക്ഷെ തള്ളല്ലെങ്കിലും നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യണല്ലോ. പക്ഷെ എബിനെ ശ്രദ്ധിക്കേണ്ട. അതുകൊണ്ടായിരിക്കും എബിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത്. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇബിനുമായിട്ട് നമ്മൾ ഇനി കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ ഇബിനറിയാം. ഇബിൻ കുറേ എബിൻ്റെ ഗ്രീൻ ഫാക്ടറി എന്ന് പറയുന്ന ചാനലിൽ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇടുക്കി സീരീസിലെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു സ്ഥലത്ത് കാണുന്നവരെല്ലാവർക്കും ബൈ.